ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ ഇന്ന് രാജിവെക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാനത്തെ മന്ത്രിസഭാ യോഗം ചേരുമെന്ന് അറിയുന്നു. നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാറിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കും. അച്യുതൻ അദ്ദേഹം രാജ്യസഭാംഗമായി കഴിഞ്ഞു. ഇനി ബീഹാർ മുഖ്യമന്ത്രി പദം അദ്ദേഹം ഒഴിയുന്നു. മാത്രമല്ല ഒരുപക്ഷെ നിതീഷ് കുമാർ യുഗം ബീഹാറിൽ അവസാനിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അച്യുതൻ, ഗുഡ് മോർണിംഗ് അച്യുതൻ. അപ്പോൾ എന്തായാലും അദ്ദേഹം ഡൽഹിയിലേക്ക് ചേക്കേറുന്നതിൻ്റെ ആദ്യം നമുക്ക് മനസ്സിലായില്ല എന്താണ് ബീഹാറിൽ കളിക്കുന്ന രാഷ്ട്രീയമെന്ന്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി വരുന്നു. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ യുഗം അതവിടെ അവസാനിക്കുകയാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ ഇന്ന് രാജിവെക്കും. 11 മണിക്ക് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ നിതീഷ് കുമാറിന്റെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങൾ, വികസന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ആ മന്ത്രിസഭാ യോഗം പൂർത്തിയാകുന്നത്. തുടർന്നായിരിക്കും നിതീഷ് കുമാർ ഗവർണറെ കണ്ട് രാജി നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജി സമർപ്പിച്ച ശേഷം JDUവും BJPയും നിയമസഭാ കക്ഷിയോഗം ചേരുന്നുണ്ട്. അതിനുശേഷം NDA യോഗം കൂടി ചേർന്നായിരിക്കും ആരായിരിക്കും ഇനി മുഖ്യമന്ത്രി. BJPയുടെ ആദ്യ മുഖ്യമന്ത്രി എന്തായാലും സംസ്ഥാനത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതാരായിരിക്കും എന്ന കാര്യങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിലായിരിക്കും തീരുമാനമുണ്ടാവുക. നിലവിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള BJPയുടെ സാംനാഥ് ചൗധരിക്കാണ് മുൻതൂക്കമുള്ളത്. എന്നിരുന്നാലും അവസാന ഘട്ടങ്ങളിൽ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസുകൾ BJP കരുതി വയ്ക്കുമോ എന്നുള്ള കാര്യവും കാത്തിരിക്കേണ്ടതാണ്. നിതീഷ് കുമാറിന്റെ മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനും ഇതിനോടകം തന്നെ ധാരണയായിട്ടുണ്ട്. എന്തായാലും നിതീഷ് കുമാറിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതം അത് ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും. അദ്ദേഹം ഈ കഴിഞ്ഞ 10-നാണ് രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ പാർലമെന്റിൽ ഇനി നിതീഷ് കുമാറിന്റെ ശബ്ദം പാർലമെന്റിലായിരിക്കും ഉയരുക. എന്തായാലും വലിയൊരു നിതീഷ് കുമാർ യുഗത്തിലാണ് ബീഹാറിൽ ഇപ്പോൾ ഒരു അവസാനം ഉണ്ടായിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.